ദുഃഖദുരിതങ്ങൾ ഏറിടും നേരം ക്രൂശിൽ പിടയുന്ന നാഥനെ കാണും. ദുഃഖദുരിതങ്ങൾ ഏറിടും നേരം ക്രൂശിൽ പിടയുന്ന നാഥനെ കാണും. രക്തം ധാരയായി ചിന്തിയ എല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. രക്തം ധാരയായി ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിലെന്നെ വിട്ടുപോയി. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിലെന്നെ വിട്ടുപോയി. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെ എന്നും എന്നെ നടത്തും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെ എന്നും എന്നെ നടത്തും. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എൻ്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തുമകലയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ നല്ലവരായ സ്നേഹിതർക്കും കൂടി വന്ന ആദരണീയരായ അഭിഷിക്തർ, ദൈവദാസന്മാർ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സുവിശേഷ യോഗത്തിൻ്റെ 2ാം രാത്രിയിൽ ഒരുമിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനവും ഗാനവും ഇവിടെ കേൾപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ 2ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവവചനം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഈ ദേശത്ത് ദൈവത്തിൻ്റെ വചനം വീണ്ടും മുഴങ്ങുമ്പോൾ അതിൻ്റെ പിൻപിലുള്ള ദൈവിക പദ്ധതി ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ പല യാഗവ്യവസ്ഥകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഴയ നിയമം അവസാനിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ ലഭിച്ച എല്ലാ ഭാഗ്യ പദവികളെക്കാളും നന്മകളെക്കാളും അധികം ദൈവപുത്രനെ നമുക്ക് വേണ്ടി ലഭിച്ചു എന്നുള്ളതാണ് ഈ സന്ധ്യയെ നാം ഒരുമിച്ച് കൂടുവാൻ കാരണമായിരിക്കുന്നത്. ഞാൻ ഒത്തിരി ദേശം സ്നേഹിക്കുന്ന ഈ അങ്കമാലിയിൽ ഇന്ന് രാത്രി ദൈവവചനവുമായി നിൽക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്കമാലിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ മാത്രമല്ല, മൈലുകൾക്കപ്പുറത്ത് ഈ മൈക്കിൻ്റെ ശബ്ദം കേൾക്കുന്ന വീടുകൾക്കകത്തേക്ക് ചെല്ലുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഒരു സുവിശേഷ യോഗം ഒരു ദേശത്ത് പ്രവർത്തിക്കണമെങ്കിൽ, അത് നടക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ വലിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ചില കുടുംബങ്ങളെ വിടുവിക്കും.
സാധിക്കും. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ഈ ദേശത്തിന് വേണ്ടി ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്നേഹത്തെ ഈ ദേശത്തേക്ക് വിളിച്ചു പറയുവാൻ തുറക്കപ്പെട്ട ഈ ഭവനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലുദിയയുടെ ഹൃദയം തുറന്നപ്പോൾ വീടും തുറന്നു. അതേ, ഈ ദേശത്ത് വളരെ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൻ്റെ അങ്കണത്തിരിങ്ങനെ ഒരു സുവിശേഷ യോഗം ക്രമീകരിക്കാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി മുഖവരകൾ കൂടാതെ ദൈവമെന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് കടക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല അറിവുകൾ നമുക്ക് ഈ ഭൂമിയിലുണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് പല അറിവുകളുണ്ട്, സാമ്പത്തികമായ പല അറിവുകളുണ്ട്, മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പല അറിവുകളുണ്ട്. കഴിഞ്ഞ രാത്രി കഥാവിൻ്റെ ദാസൻ പറഞ്ഞു, നമുക്ക് പല അറിവുകളുണ്ട്, പക്ഷേ ഈ അറിവുകളെല്ലാം ഭൂമിയിൽ ഒതുങ്ങുന്നതാണ്. ഇവിടുത്തെ ഒരു താൽക്കാലിക ജീവിതത്തിൽ നാം അറിയേണ്ട ഒരുപാട് അറിവുകളുണ്ട്. അതൊന്നും നിത്യമായ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കില്ല. നിത്യമായ ജീവനിലേക്ക് എത്തിക്കണമെങ്കിൽ, അഥവാ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ എത്തിക്കണമെങ്കിൽ അതിന് വേദപുസ്തകമാണ് അറിവ് തരുന്നത്. ഞാനും ഒരു യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്നയാളാണ്. എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഈ വേദപുസ്തകത്തിലെ സത്യവചനം തിരിച്ചറിയുവാനും, ഒരു സഭയിലൊരു പ്രശ്നം ഉണ്ടാക്കിയൊന്നും പോകുന്നതല്ല, വചനത്തിൻ്റെ സത്യം ഗ്രഹിച്ചപ്പോൾ അതനുസരിക്കുന്ന ഒരു കൂട്ടത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചതാണ്. കഴിഞ്ഞ 46ഓളം വർഷമായി ഈ സുവിശേഷത്തിൻ്റെ സത്യം ഗ്രഹിപ്പാനും പഠിക്കുവാനും അനേകരോട് പറയുവാനും കർത്താവ് എനിക്ക് തന്ന ഭാഗ്യത്തിന് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസമൊക്കെ, സെക്യുലർ വിദ്യാഭ്യാസമൊക്കെ നടത്തി ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി പ്രവേശിക്കുമ്പോഴാണ് ദൈവം എന്നോട് ഇടപെട്ടത്. ഒരു കമ്പനിക്കകത്ത് ശമ്പളം മേടിക്കുന്നയാളായിട്ടല്ല, അനേക രാജ്യങ്ങളിൽ നീ എൻ്റെ നാവായിരിക്കണമെന്ന് പറഞ്ഞ ആ വാക്കുകൾ അന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്നാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാഗ്ദത്തങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നിവർത്തിയാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പല അറിവുകൾ നമുക്കുണ്ട്. നാം 40-ലധികം വാതകങ്ങൾ ഈ അന്തരീക്ഷത്തിലൂടെ കറങ്ങുന്നുണ്ട്. നമ്മുടെ മാനുഷിക നേത്രങ്ങൾക്കത് കാണില്ലെങ്കിലും നമ്മൾ പോലും അറിയാതെ ആ 39 വാതകങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഓക്സിജൻ മൂക്കിനകത്തൂടെ കയറ്റിവിട്ട് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകുന്ന ആ സംവിധാനം സൃഷ്ടിച്ച ദൈവത്തെയാണ് ഈ രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ ശരീരത്തിനകത്ത് പ്രവേശിച്ച കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നില്ലെങ്കിൽ അത് മറ്റുള്ള രോഗമായി മാറും. ഓക്സിജൻ ലെവൽ കുറയാൻ പാടില്ല. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ദൈവം ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം ഇന്ന് ശ്വാസം എടുത്തു എന്ന് നമ്മൾ തന്നെ എണ്ണിയിട്ടില്ല. ശാസ്ത്രം പറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ തലയിൽ നിന്ന് ഒരു ദിവസം 80 മുടികൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടെന്ന്. എണ്ണി ചീപ്പ് കൊണ്ടാരും കളയാറില്ല. പക്ഷെ നമ്മൾ പോലും അറിയാതെ ദൈവം സൃഷ്ടിച്ച ശരീരത്തിലെ മുടി മാറിപ്പോകുന്നുണ്ട്. ഇതുപോലെ ഓരോ അവയവങ്ങളുടെയും ഘടനകൾ അറിവ് നല്ലതാണ്. പക്ഷേ ഈ അറിവുകളേക്കാൾ പ്രധാനമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ അവസ്ഥ. പുറമേയുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ താൽക്കാലികം മാത്രമാണ്. അതിനൊക്കെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ വിലയില്ല. എന്നാൽ അകത്തെ മനുഷ്യനെ കുറിച്ച് അധികം മനുഷ്യർ ചിന്തിക്കാറില്ല. വേദപുസ്തകം അകത്തെ മനുഷ്യനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. പുറത്തെ മനുഷ്യനെക്കുറിച്ച്, ജീവിതകാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന മഹത് ഗ്രന്ഥമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അവൻ എന്താകുമെന്നും അവൻ എന്തായി തീരുമെന്നും അതിനുള്ളൊരു പ്രിപ്പറേഷൻ പീരീഡാണ് ഈ ഭൂമിയിലുള്ളതെന്നും വെളിപ്പെടുത്തുന്ന ഏക പുസ്തകം ബൈബിളാണ്. അതുകൊണ്ട് തന്നെ സത്യവേദ പുസ്തകത്തെ തകർക്കുവാൻ ആയിരക്കണക്കിന് മനുഷ്യർ ശ്രമിച്ചിട്ടും ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പുസ്തകത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുസ്തകം ചുമപ്പാൻ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെ ഉയർത്തിയാൽ ഇത് നമ്മെയും ഉയർത്തുന്ന വചനമാണ്. ഈ രാത്രിയിലും അത് ഈ ദേശത്തോട് പറയാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രി എൻ്റെ ഹൃദയത്തിൽ വന്ന ആ ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ.
2 പത്രോസ് 1 അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്നാദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ബൈബിൾ ഒരു സാധാരണ പുസ്തകമെന്ന് തോന്നത്തക്ക നിലയിൽ അനേകർക്ക് ഇതൊരു വിലയില്ലാത്ത ഗ്രന്ഥമായി മാറുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചുട്ടുകരിക്കാനും വലിച്ചു കീറാനും നശിപ്പിക്കുവാനുമൊക്കെ ഒരുപാട് പേർ ആഗ്രഹിച്ചത്. ഹിറ്റ്ലർ മുതലുള്ള ഒരുപാട് പേർ വേദപുസ്തകങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. നിരീശ്വരവാദിയായ വോൾട്ടയർ പറഞ്ഞു, ഈ പുസ്തകം 100 വർഷം കഴിഞ്ഞാൽ ലോകത്തിൽ കാണില്ലെന്ന്. എന്നാൽ അദ്ദേഹം മരണത്താൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങളായി അദ്ദേഹം പാർത്ത വീട് ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ അടുക്കി വെക്കുന്ന സ്ഥലമായി മാറി. അപ്പം മാനുഷിക ചിന്തകൾക്കപ്പുറമായി ഈ പുസ്തകം പ്രവർത്തിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പറഞ്ഞത് ഈ തിരുവചനത്തിലെ വാക്കുകളൊന്നും മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതി വെച്ചതല്ല. 40-ലധികം എഴുത്തുകാർ ചേർന്ന് എഴുതിയ ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ എഴുത്തുകാരനും ഏറ്റവും ഒടുവിലത്തെ എഴുത്തുകാരനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷേ ഒരു കല്യാണത്തിൽ ആരംഭിക്കുന്ന ഈ വേദപുസ്തകം മറ്റൊരു കല്യാണത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിൽ തീരുന്നത് കൂട്ടിച്ചേർത്തത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച പ്രിയമുള്ളവർ എഴുതിയ ഈ പുസ്തകത്തിന്റെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. തമ്മിൽ കണ്ടിട്ടില്ലാത്തവരാണ് എഴുതിയെങ്കിലും ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഒരാൾ എഴുതിയതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നതുപോലെ അതിനെ കൂട്ടിച്ചേർത്താണ് ഈ പുസ്തകം നമ്മുടെ കയ്യിലെത്തിയത്. ഇത് വായിക്കാൻ മടിക്കുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ വീടങ്ങ് തെക്കാണ്. എന്നെ വിവാഹം ചെയ്തുകൊണ്ട് വന്നത് വടക്കൻ ജില്ലയിലേക്കാണ്. ഞാൻ ഈ വിവാഹം ചെയ്ത് 40 വർഷങ്ങൾക്ക് മുൻപ് വരുമ്പോൾ വേദപുസ്തകം കയ്യിലെടുക്കുകയും വായിക്കുകയും ചെയ്യാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പോട്ടയിലും ചാലക്കുടിയിലും ഒക്കെ നടന്ന ഈ ധ്യാനയോഗങ്ങൾ മൂലമാണ് പലരും വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ വായിച്ചതിന് ശേഷം സത്യം അറിഞ്ഞ പലരും ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ വന്നിട്ടുണ്ട്. അതിനു മുൻപ് ഈ പുസ്തകം വായിക്കുന്നത് മരണ വീട്ടിലാണ്. സേല അടക്കമുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചു തീർക്കുന്ന മരണവീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കറിയില്ല വായിക്കേണ്ടത് എന്താണെന്നും വായിക്കേണ്ടാത്തത് എന്താണെന്നും. ഭയം കൂടാതെ ഉറങ്ങാൻ വേണ്ടി തലയണയുടെ അടിയിൽ വെക്കുന്ന ഒരു പുസ്തകമായിട്ടും ഷോക്കേസിൽ സൂക്ഷിക്കുന്ന ഒരു പുസ്തകമായിട്ടുമൊക്കെ വേദപുസ്തകത്തെ നോക്കിയ കാലം കഴിഞ്ഞു. ഇന്നത് ദൈവത്തിന്റെ വചനം ഹൃദയങ്ങൾക്കകത്തു പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് മുഖാന്തരം ജീവൻ പ്രാപിച്ച ഒരു കൂട്ടം ഭൂമിയിലുണ്ട്. അത് ഞങ്ങളാണ്. അപ്പൊ ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കുന്നവർ മനസ്സിലാക്കണം, ഇതൊരു മനുഷ്യൻ എഴുതിയതല്ല, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചത് എഴുതിയതാണ്. അപ്പൊ സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ ഒരു കോപ്പിയാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ശ്രദ്ധയോടെ വായിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. ഈ പുസ്തകത്തിനകത്ത് നമ്മോട് സംസാരിക്കുന്ന വചനങ്ങൾ പിടിച്ചു വെച്ച് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരുമെന്നുള്ളതിന് ഒരുപാട് സാക്ഷികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പ്രവചനങ്ങൾ, വേദപുസ്തകത്തിലെ വചനങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയതല്ല, പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതി വെച്ച വാക്കുകളാണ്. ഒന്നാമത്തെ അറിവ്, നാം ഉപയോഗിക്കുന്ന, നാം വായിക്കുന്ന, നാം പ്രസംഗം കേൾക്കുന്ന ഈ പുസ്തകം ദൈവത്തിന്റെ വചനമാണെന്നുള്ളതാണ്. അപ്പൊ ഈ പുസ്തകത്തെ അതിന്റെ മഹത്വം അനുസരിച്ച് കാണാൻ നമുക്ക് തയ്യാറാകാം. രണ്ടാമത്തെ അറിവിലേക്ക് ഞാൻ വരികയാണ്. 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 16 വാക്യം എടുത്തു വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല, ഞാൻ തന്നെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് അവരോട് ചോദിക്കാൻ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങളിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. പഴയ കാലങ്ങളിൽ
യാഗവ്യവസ്ഥകൾ നിലനിന്നപ്പോൾ മനുഷ്യർ യാഗം കഴിച്ചുകൊണ്ട് ആലയങ്ങളിലേക്ക് പോകുന്നൊരു വ്യവസ്ഥയുണ്ട്. എന്നാൽ യാഗത്തിൻ്റെ പൂർത്തീകരണമായി കാൽവറിയിൽ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം മാനുഷികമായ ഹിതപ്രകാരമുള്ള യാഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞപ്പോൾ ആലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ കണ്ടുമുട്ടുക എന്നതിനേക്കാൾ അധികം യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചവരുടെ ഉള്ളിലേക്ക് യേശു കടന്നു വരുന്നു. പഴയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ആലയം പണിതത് ശലോമോനാണ്. ശലോമോൻ തന്റെ ധനത്തിന്റെ മാഹാത്മ്യത്തിൽ ആലയം പണിതു. ദാവീദ് സ്വരുക്കൂട്ടി വെച്ച പൊന്നും വെള്ളിയും ഒക്കെ ഉപയോഗിച്ച് ആലയം പണിതു. എന്നാൽ ആലയത്തിന്റെ പ്രതിഷ്ഠാവേളയിൽ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നപ്പോൾ ശലോമോൻ പറയുന്ന വാക്കുകൾ, ദൈവമേ, ഈ ആലയം എൻ്റെ കൈ കൊണ്ട് പണിതതാണെങ്കിലും നീ ഇതിനകത്തല്ല വസിക്കുന്ന, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലുമാ. നിന്നെ ഈ ആലയത്തിനകത്ത് ഒതുക്കാൻ കഴിയില്ല. എത്ര മനോഹരമായ ആലയങ്ങൾ, അമ്പരചുംബികളായ പള്ളികൾ, അമ്പലങ്ങളൊക്കെ പണിതാലും അതിനകത്ത് വസിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ദൈവം ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളിരിക്കുന്ന ചെറ്റക്കുടിലാണെങ്കിലും മാർബിളിട്ട കെട്ടിടത്തിലാണെങ്കിലും മരച്ചുവട്ടിലാണെങ്കിലും അവിടേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കാമെന്ന് പറയുന്നു യേശു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്തൊരു ദൈവത്തെ ഹൃദയത്തിനുള്ളിലേക്ക് ക്ഷണിച്ച് ഹൃദയത്തിൽ വസിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമേ, നാം ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥ സത്യം തിരിച്ചറിയാത്ത പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവം ആരാണെന്നറിയാതെ എന്തിനേയും ആരാധിക്കുന്ന, ആരെയും ആരാധിക്കുന്ന, എങ്ങനെയും ആരാധിക്കുന്ന അങ്കമാലി ദേശത്തിന്റെ നടുവിൽ യഥാർത്ഥ ക്രൂശിന്റെ സത്യം തിരിച്ചറിഞ്ഞവരോട് ഞാൻ പറയട്ടെ, നമ്മിൽ വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് ഈ പട്ടണത്തിൽ പരക്കട്ടെ. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അഥേനയിൽ ചുറ്റി നടക്കുമ്പോൾ അദ്ദേഹം ദൈവങ്ങളെ കാണുക. അതിനിടയിൽ അജ്ഞാത ദേവന് എന്നുള്ള എഴുത്തോടുകൂടി അവിടെ ഒരു കല്ല്, വേദിക്കല്ല് കണ്ടു. സുവിശേഷം പറയാൻ താല്പര്യമുള്ള പൗലോസിന് മനസ്സിലായി, ഇവിടെ ഉള്ളവരോട് സുവിശേഷം പറയണമെങ്കിൽ ഇത് തന്നെ ഒരു അവസരം. അദ്ദേഹം ചോദിച്ചു, ഈ അജ്ഞാത ദേവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കല്ല് വെച്ചവർക്കതറിയില്ലെങ്കിലും അദ്ദേഹം അത് വെളിപ്പെടുത്തി കൊടുത്തു. ലോകത്തെ ഉണ്ടാക്കിയ ദൈവം, അതെ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എന്നൂടെ പറയാം, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. പിന്നെ എവിടെ വസിക്കും? അതാ പറഞ്ഞത്, നമ്മുടെ ഉള്ളിലാ വസിക്കുന്നു. അടുത്ത വാക്കുകൾ പറയുന്നു, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവരെന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് കിടക്കുന്ന രോഗി സൗഖ്യമാകണോ തിരിച്ചു വരണോ എന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും ഡിഗ്രി കൂടിയ ഡോക്ടർ അല്ല. അവന്റെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും അധികാരമുള്ളൊരു ദൈവമാണെന്ന് മറക്കരുത്. കൊറോണ എന്ന മാരകമായ വൈറസ് ഒരുപാട് പേരുടെ ജീവൻ നശിപ്പിച്ചു. വെറും സോപ്പ് വെള്ളത്തിനകത്ത് ജീവൻ നഷ്ടപ്പെടുന്ന ആ മാരകമായ വൈറസിന്റെ പിടിയിൽപ്പെട്ട് ഒരുപാട് പേരെ കൂട്ടമായി ശവസംസ്കാരം ചെയ്തു. നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാൽ എത്ര സ്നേഹത്തോടെയാ അവരെ അടക്കുന്നത്,
എന്നാൽ ശവം പോലും കാണാൻ കഴിയാതെ വാരിക്കൂട്ടിയിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രിയമുള്ളവരെ, അവരെ ആരെയും കൊറോണയുടെ പിടിയിൽ നിന്ന് രക്ഷിപ്പാൻ മനുഷ്യർക്കോ ഡോക്ടർമാർക്കോ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ മാരകമായ വൈറസുകളുടെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവത്തിന് നാം എന്തു കൊടുത്ത് തൃപ്തിപ്പെടുത്തും? നമ്മുടെ ബാങ്കിലെ ബാലൻസ് ദൈവത്തിന് വേണ്ട. മുഴുവൻ കൊടുത്താലും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറയുന്നിടത്ത് സർവശക്തനായ ദൈവം ജീവൻ മടക്കി തന്നാൽ നാം സൗഖ്യം പ്രാപിക്കും. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും. ICU കിടക്കുന്ന രോഗി മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരെ നമ്മൾ കാത്തിരിക്കുക. നമ്മൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തോട് ചോദിക്കുക, എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറയും. ഇത് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുകയില്ല. ICUവിൻ്റെ വാതുക്ക നിൽക്കുന്ന ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇപ്പോഴേ ഞങ്ങൾ പറയാ, പ്രാർത്ഥിച്ചോ. ജീവനും ശ്വാസവും സകലവും തന്നവൻ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പം യേശുവിനെ നാവ് തുറന്ന് സ്തുതിച്ചുകൂടെ? ജീവൻ തന്നതിന് നന്ദി പറയാറുണ്ടോ? ശ്വാസം തന്നതിന് നന്ദി പറയാറുണ്ടോ? കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം RCC ക്യാൻസർ സെന്ററിൽ ചെന്നപ്പോൾ 32 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ നാവ് മുറിച്ചിട്ട് അവന്റെ ഭാര്യ നിന്ന് കരയുക. എന്തു പറ്റിയെന്ന് ചോദിച്ചു എൻ്റെ കൂടെയുള്ളവർ. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ നാവ് മുറിച്ചു കളഞ്ഞു, ഇനി ഒരിക്കലും അദ്ദേഹത്തിന് എൻ്റെ പേര് പോലും വിളിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി നാവുള്ളവരൊക്കെ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യണം. അത് നല്ലതാ. ദൈവത്തെ സ്തുതിക്കുന്ന കൊണ്ട് ഒരു കുഴപ്പവും വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അപ്പൊ ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവന് മാനുഷിക കൈകളാലുള്ള ശുശ്രൂഷ ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നത്. 24 മണിക്കൂറും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പകൽ മുഴുവൻ സൂര്യന്റെ വെളിച്ചം തരുന്ന ദൈവത്തിന് നമ്മുടെ മെഴുകുതിരി കൊണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. കറണ്ട് ചാർജ് കൊടുത്തില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വന്ന് അതിൻ്റെ ഇത് ഊരിക്കൊണ്ട് പോകും, ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും. എന്നാൽ കഴിഞ്ഞ 60 വർഷമായിട്ട് വെളിച്ചം കണ്ടിട്ട് ഒരിക്കൽ പോലും ബില്ല് ചോദിക്കാത്ത ഒരാൾ നമ്മുടെ കർത്താവാണ്. വെളിച്ചം കാണാൻ ദൈവം കൃപ തന്നെങ്കിൽ, ഈ കണ്ണുകൾ കൊണ്ട് ഭൂമിയിലെ സൗന്ദര്യങ്ങൾ കാണാൻ ദൈവം കൃപ തന്നെങ്കിൽ, മറ്റൊരാൾ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞാലും കേൾക്കാൻ ചെവിക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഊമന്മാരും ചെകിടന്മാരും ജീവിക്കുന്ന ഈ ലോകത്തിൽ ശബ്ദം കേൾക്കാനും കാഴ്ചകൾ കാണാനും ഭാഗ്യം ലഭിച്ചവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണ്ടേ? മാനുഷിക കൈകളാലുള്ള ശുശ്രൂഷകൾ ദൈവത്തിനു വേണ്ട. ദൈവത്തെ കാണാൻ വേണ്ടി മൈലുകൾ താണ്ടി പോകണ്ട, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകണ്ട, മല കയറണ്ട, മെഴുകുതിരി കത്തിക്കണ്ട. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കണ്ണുനീരോടെ പറഞ്ഞാൽ, നമ്മുടെ കുടുംബ പാരമ്പര്യമോ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയോ ഒന്നും നോക്കാതെ നമ്മുടെ അകത്തു വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യേശുവിനെ ഞങ്ങൾ ഈ അങ്കമാലിയിൽ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യണം. എനിക്കറിയാം ചുറ്റുപാടുകളിലൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒരു സുവിശേഷ യോഗത്തിൽ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. അദ്ദേഹത്തിന് വരുന്നതിന് പ്രത്യേകമായ ഒരു ആചാരത്തിൻ്റെ ആവശ്യമില്ല. റോഡ് നന്നാക്കണമെന്നോ മനോഹരമായ വാഹനം വേണമെന്നോ ഒന്നുമില്ല. നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ മതി. ഇന്ന് പകൽ സുവിശേഷം കേട്ടപ്പോൾ ഒരു യുവാവ് യേശുവിനെ സ്വീകരിച്ചെന്ന് കേട്ടില്ലേ? ഇതിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഏതുമാകട്ടെ, ദൈവം നിങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായ ഭവനങ്ങൾ ചുറ്റുപാടുകൾ ഉള്ളപ്പോൾ ഈ ദൈവിക സത്യത്തെ അറിഞ്ഞ ഈ കുടുംബത്തിന്റെ ഹൃദയത്തിൽ വന്ന ആഗ്രഹമാണ് ഈ മുറ്റത്ത് ദൈവവചനം വിളിച്ചു പറയാൻ അനുവദിച്ചതെങ്കിൽ അനുവാദത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ കൽപ്പനയായ
ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുക. യേശു ഞങ്ങളെ അയച്ചത് അധികാരം തന്നാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശുവിന്റെ അധികാരത്തോടെ ഈ രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആ നാമത്തിൽ ആശ്രയിച്ചാൽ ഇന്ന് നിങ്ങളുടെ അകത്തിറങ്ങി വസിക്കാൻ ആ ദൈവത്തിന് മനസ്സുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ വസിക്കാൻ കൃപ ലഭിച്ചവരാ ഇന്ന് ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നത്. ഒരു മിനിറ്റ് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? നമ്മുടെ ഉള്ളിൽ ഇറങ്ങി വന്ന് വസിക്കാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ദൈവം നമ്മിലാണ് വസിക്കുന്നത്. വേദപുസ്തകത്തിലെ അറിവുകൾ അടുത്തതിലേക്ക് ഞാൻ പോകുകയാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പലർക്കും അറിയത്തില്ല ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്. മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ആരും ആരാധനയ്ക്ക് യോഗ്യനല്ല. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി നമ്മളോടൊപ്പം വസിച്ച യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കപ്പെട്ടു. 30 വർഷം മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് അവരെ സഹായിച്ച് 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലേക്ക് ഇറങ്ങി ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിന് പിതാവും വെള്ളത്തിൽ നിന്നുകൊണ്ട് പുത്രനും പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവും ചേർന്ന് നിന്ന സന്ദർഭത്തിൽ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു. ആ യേശുവിനെ ആരാധിക്കാൻ ഇന്ന് പലർക്കും അറിയില്ല. ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചത് നമുക്കവനെ തിരിച്ചറിയാനും അവൻ ദൈവപുത്രനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അവനെ ആരാധിക്കാനും വേണ്ടിയാ. എന്നാൽ യേശു ഭൂമിയിൽ വന്നത് സ്കൂളുകൾ സ്ഥാപിക്കാനല്ല, ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്ത് മനുഷ്യനെ ഇളക്കാനല്ല. അവന്റെ മരണം ക്രൂശിൽ വെച്ച് നടക്കണമെന്ന് പിതാവിന്റെ തിരുഹിതമായിരുന്നു. അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്തിലാണ് യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ മനുഷ്യവർഗത്തിന് രക്ഷ വന്നത്. അതുകൊണ്ട് നമുക്ക് പകരമായി മരിച്ച, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണെന്നുള്ള തിരിച്ചറിവ് ദമസ്കോസ് പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഹൃദയത്തിൽ ലഭിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. രാത്രി മതങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പിന്റെ ചൂട് കഴിഞ്ഞ് റിസൾട്ടിന്റെ സമയമായി. ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവപുത്രനല്ലാതെ നമ്മെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. മാനുഷിക സഹായങ്ങളൊക്കെ നിന്നുപോകും. ഞാൻ മരിക്കുന്നവരെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരെ നാളെ കാണാൻ പോലുമില്ല. മക്കൾ കൊണ്ടുവന്നിട്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച മാതാപിതാക്കളും ഇന്ന് ദുഃഖത്തിലാണ്. എന്നാൽ ദൈവിക പദ്ധതിക്ക് അകത്തുൾപ്പെട്ടാൽ നമ്മുടെ കാര്യം നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 3 ദിവസം ക്യാമ്പ് നടന്നു മലപ്പുറത്ത്, നിലമ്പൂരിൽ. 2-ാമത്തെ ദിവസം പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ദൈവം മലപ്പുറം ജില്ലയോടായി ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്ത് ഒത്തിരി കരഞ്ഞു. അന്ന് പറഞ്ഞ ദൂത്, അപകടങ്ങൾ വരുന്നു, പല കുടുംബങ്ങളും കണ്ണുനീരിലാകുന്നു, വരുമാന മാർഗങ്ങൾ നിൽക്കുന്നു. നിലമ്പൂരിനോടും മലപ്പുറത്തോടും വിളിച്ചു പറയുന്നു, മടങ്ങി വരിക, അനർത്ഥത്തിന് മുൻപേ യേശുവിനെ അറിയുക. പറഞ്ഞിട്ട് വീട്ടിൽ വന്ന ഒരാഴ്ചയാകുന്നതിന് മുൻപ് ദാരുണമായ ഒരു അപകടത്തിൽ 9 പേര്
8 അധ്യാപകരും ഒരു കുഞ്ഞും കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ചു. എത്രയോ അപകടങ്ങൾ നമ്മൾ കാണുന്നല്ലേ. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്ന ജനത്തോട് പറയുക, ദൈവം പറയുന്ന മുന്നറിയിപ്പുകളെ മനസ്സിലാകാത്തവർ മനസ്സിലാക്കണ്ട. പക്ഷേ ദൈവശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കി ദേശങ്ങൾക്ക് വേണ്ടി നിലവിളിക്കട്ടെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പലതും തിന്മയാണെന്ന് തോന്നിയാലും, ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിന്മയാണെന്ന് തോന്നിയാലും, ഇന്ന് രാത്രി പ്രിയ ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് ഈ യോഗത്തിൻ്റെ ഇടയിൽ പറയുക, അതെല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റും. ഇന്ന് കാണുന്ന തിന്മകളെ നന്മയാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ഞങ്ങൾ സേവിക്കുന്ന യേശുവാണ്. പലതും തിന്മയായി പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ കഷ്ടമാണെന്നൊക്കെ ഓർക്കണ്ട, അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റും. മറ്റുള്ളവർ നമ്മെ തള്ളിക്കളഞ്ഞത്, ഒറ്റപ്പെടുത്തിയത്, വേണ്ടെന്ന് വെച്ചത്, ലഭിക്കേണ്ട അർഹമായ പലതും നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരമുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. സകലവും നന്മയ്ക്കാണോ? അതെ, സകലവും നന്മയ്ക്കാ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പലതും തിന്മയാണെന്ന് തോന്നുന്നു. അയ്യോ, ആ മരണം ഒരു തിന്മയാ, ആ രോഗം ഒരു തിന്മയാ. അല്ല, പിന്നീട് അറിയാം അതൊരു നന്മയായിരുന്നെന്ന്. ഇത് അറിഞ്ഞുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. രോഗക്കിടക്കയിലാണെങ്കിലും മരണത്തിൻ്റെ ആ ഓട്ടത്തിലാണെങ്കിലും നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വേളയിലും പറയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി മാറും. ഹല്ലേലൂയ. യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിരാശ തോന്നേണ്ട വേളകളിൽ തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു, ഭാര്യ തള്ളിപ്പറഞ്ഞു, സ്നേഹിതന്മാരെല്ലാം മാറ്റിവിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ വേദപുസ്തകത്തിൽ ഇങ്ങനെയുണ്ട്: അയ്യോ, എൻ്റെ വേദനയൊന്ന് കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അത് ഇരുമ്പ് കൊണ്ടും എഴുത്താടി കൊണ്ടും ഈയം കൊണ്ടും വന്ന് എഴുതി പാറയിൽ കൊത്തിവെച്ചെങ്കിൽ കൊണ്ടായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്നത്തെ എൻ്റെ രോഗത്തിൻ്റെ കാഠിന്യത്തെ കുറിച്ചല്ല. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ശരീരത്തിൽ വല്ലാത്ത വ്രണങ്ങൾ വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. എല്ലാ മനുഷ്യരും കൈവിട്ടപ്പോൾ അദ്ദേഹം പറയാ, എന്നെ വീണ്ടെടുക്കുന്നവൻ അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ദേശത്ത് രോഗികളായി കഷ്ടപ്പെട്ട് ലോകവൈദ്യന്മാരുടെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് നിരാശ ഉളവാക്കുന്നതാണെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റും. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം അവൻ ജീവിച്ചിരിക്കുന്നു. നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള, നിങ്ങളുടെ വേദനകളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള, നിങ്ങളുടെ ജപ്തിയിൽ നിന്ന് നിങ്ങളെ പിടിപ്പിപ്പാൻ കഴിവുള്ള, നിങ്ങളുടെ മക്കൾ തള്ളിക്കളഞ്ഞ് നിങ്ങളെ സംരക്ഷിപ്പാൻ കഴിവുള്ള ദൈവപുത്രനായ യേശുവിനെ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാണ്. യേശുവാണ് ദൈവം. യേശുവല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ നിങ്ങൾ വേദന അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, യഹോവ റാഫ, യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഈ രാത്രി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഇരിക്കുന്ന മുറിക്കുള്ളിൽ യേശുവിൻ്റെ കരമിറങ്ങി വരും. ഓ ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ ഡോക്ടേഴ്സ് എല്ലാം പ്രതീക്ഷകളും കൈവിട്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് എത്ര പേര് എൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്നറിയാമോ? അതിന് സാക്ഷികളായ സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്. കുമളിയിലുള്ളൊരു ദൈവദാസി ഇന്ന് പകലിനെ കാണാൻ വന്നു. ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്.
അവർ മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഞങ്ങൾ ദൈവസന്നിധി മുട്ടുകുത്തി കേരളത്തിന്റെ 14 ജില്ലകളിലും ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലുമുള്ള സഹോദരിമാർ കൈകോർത്തു. വിടുവിച്ചല്ലാതെ ഞങ്ങൾ കർത്താവിനെ വിടില്ലെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ എന്നെ കാണാൻ പൂർണ്ണ ആരോഗ്യത്തോടെ കടന്നു വന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. എത്ര വലിയ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടയാളാണെങ്കിലും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു രോഗവുമില്ല. അവൻ നിന്റെ രോഗത്തെ എല്ലാം സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. രോഗശാന്തിയും ആരോഗ്യവും വരുത്തുവാൻ കഴിവുള്ള ഏക ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിടിഞ്ഞ് തകർന്ന് ഇന്ന് ചെറുപ്പക്കാർക്കെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. പല വീടുകളിലും ചെല്ലുമ്പോൾ ചിലർ അകത്തളങ്ങളിലിരിക്കുക. ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ വേദനയോടെ പറയും, ചില മാസങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലാണ്. ലോകത്തിലെ വൈദ്യന്മാർക്കൊന്നും മരുന്ന് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾ സേവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഈ അങ്കമാലി ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുക, സകല പ്രശ്നങ്ങളുടെയും പരിഹാരം നൽകുന്ന ശ്രീ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ പട്ടണത്തിൽ ഉയർത്തുകയാ. എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കും. ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിങ്ങളുടെ തലമുറ പിടിക്കപ്പെട്ടെങ്കിൽ പ്രാർത്ഥിച്ചു. രോഗത്തെ സൗഖ്യമാക്കുവാൻ അധികാരമുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയെത്ര അത്ഭുത രോഗസൗഖ്യത്തിന്റെ കഥകൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ രാത്രി അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിടുകയാണ്. ഞങ്ങളെ വ്യക്തിപരമായി കണ്ടാൽ പറയാം, 100 കണക്കിന് പേരെ ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടതാ. ഹല്ലേലൂയ. എൻ്റെ കൂടെ വളരെ വർഷങ്ങൾ പ്രവർത്തിച്ചൊരു സഹോദരിയുണ്ട്. അവരുടെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ട് ഹാർട്ടിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അവരെന്നെ വിളിച്ച് എപ്പോഴും പറയും, എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ്, പ്രാർത്ഥിക്കാമെന്ന് പറയും. ഒരു ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ആഴ്ച എൻ്റെ സർജറിയാണ് ഹാർട്ടിൻ്റെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചോളാം. നമുക്ക് പറയാൻ വേറെ ഒന്നുമില്ല, പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തിയേറ്ററിലേക്ക് കയറാൻ നേരത്ത് സ്ട്രെച്ചറിലേക്ക് അവരെ കയറ്റി. അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് കയറിപ്പോകുന്ന സമയത്ത് വീണ്ടും എന്നെ വിളിച്ചു, പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, നിശ്ചയമായും പ്രാർത്ഥിക്കും. അവരെ തിയേറ്ററിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുറിയിൽ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, പാവപ്പെട്ട ഒരു സഹോദരി, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാൾ, വരുമാന മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഹാർട്ടിൻ്റെ പ്രയാസം കൊണ്ട് ഒരു സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുക. മാരുതിയുടെ ഒരു പാർട്ട് കേടായാൽ സ്പെയർ പാർട്സ് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ ചെന്ന് മേടിച്ചാൽ മതി. ലോകത്തിലെ ഏത് വില കൂടിയ കാറിൻ്റെയും പാർട്സ് കിട്ടുന്ന സ്ഥലമുണ്ട്. പക്ഷേ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് കേടുപാട് വന്നാൽ കിട്ടുന്ന കമ്പനി ഭൂമിയിലില്ല. സ്വത്രമൊന്ന് പറയാമോ? പിന്നെ അതിൻ്റെ പാർട്ട് കിട്ടുന്ന ഒരൊറ്റ സ്ഥലത്ത് അതിനെ നിർമ്മിച്ച കമ്പനിയില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ ആ സഹോദരിയുടെ ഹാർട്ടിന് ഒരു സൗഖ്യം വേണം, ഒന്ന് മാറ്റിവെക്കാൻ ഈ പകലിൽ അവിടുന്ന് ഒന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 5 മിനിറ്റിനകം ആ സഹോദരി എന്നെ ഫോണിൽ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കസിൻസ് വിളിക്കും. അന്നേരം അവർ വിവരം പറയുമെന്ന് പറഞ്ഞയാൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇത്ര പെട്ടെന്ന് സർജറിയും കഴിഞ്ഞ് ബോധം തെളിഞ്ഞോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, എനിക്കൊരു അത്ഭുതം പറയാനാ വിളിച്ചത്. ഞാൻ പറഞ്ഞു, എന്താ? എന്നെ സ്ട്രെച്ചറെ കിടത്തിക്കൊണ്ട് എന്നെ കൊണ്ട് ഡോക്ടേഴ്സ് പോകുമ്പോൾ തലേ ദിവസം സർജറി പറഞ്ഞ ഡോക്ടേഴ്സ് തമ്മിൽ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്താലോ. അവരൊന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി വെച്ച് ഇന്നലെ സർജറി പറഞ്ഞ ഡോക്ടർ ചോദിക്കുക, നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളുടെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന്? വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇന്നലെ മുതൽ ഇവിടെ താമസിച്ചതിന് 10 പൈസ തരണ്ട, പൊക്കോളാൻ പറഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി അത് നടക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനകത്ത് അത് നടക്കും.
തളർന്നു കിടക്കുന്നവർ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ സൗഖ്യം നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ചുറ്റുപാടുകളിലുള്ള വീടുകളിൽ സൗഖ്യം നടക്കുക. ഓ ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കുന്നവനാ. നാം വിശ്വസിച്ചിരിക്കുന്ന യേശു സൗഖ്യദായകനാണെന്ന് നമ്മൾ അറിയണം. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട അറിവുകൾ തൊട്ട് പോകാനുള്ള സമയമുള്ളൂ. ക്ലോക്ക് സമ്മതിക്കത്തില്ല. അടുത്തതിലേക്ക് ഞാൻ വരിക. ഇത് മനസ്സിലാക്കിയിട്ട സൗഖ്യദായകനെ എൻ്റെ വീണ്ടെടുപ്പുകാരനായി കണ്ടുകൊണ്ട് പഴയ നിയമത്തിലെ ഇയ്യോബ് പറയാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ശരീരം ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹത്തോട് കൂടെ എൻ്റെ ദൈവത്തെ കാണും. തന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിയിട്ടും ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ചലിച്ച ദൈവത്തെ കുറിച്ചുള്ള ബോധ്യം. ഇത്ര ശക്തമായിട്ടൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്നാ? ഞങ്ങളുടെ മേൽ ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെട്ട 100 കണക്കിന് പേരെ ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരിപ്പുണ്ട്. അവരുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഒന്ന് പറയുന്നത്. അവരോട് വ്യക്തിപരമായി ചോദിച്ചാൽ പറയും 100 കണക്കിന് സൗഖ്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടല്ലോ, വേറെ എന്തിനാ ആള്? കഴിഞ്ഞ വർഷം ഈ സമയത്ത് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രിയ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ആരോഗ്യവതിയായി ഈ പുസ്തകവുമായി ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സാക്ഷ്യം എന്തിനാ? യേശു ഇന്ന് രാത്രി സൗഖ്യമാക്കും. നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രശ്നം അവൻ മാറ്റിയിരിക്കും. വിശ്വസിക്കാൻ കഴിവുണ്ടെങ്കിൽ വിശ്വസിച്ചോ. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിലോ, ആശ്രയിച്ചിട്ട് സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലോ അല്ല, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പറയുക, ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടെടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്. അടുത്തൊരറിവ് 2 കൊരിന്ത്യർ 5:1 കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോകുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഇനി ഇച്ചിരി പ്രയാസം തോന്നുമെന്നാലും പറയാം, നമ്മളെല്ലാവരും മരിക്കും. അപ്പുറത്തെ വീട്ടിലെ ചാക്കോച്ചേട്ടൻ മരിച്ചു, ഇപ്പുറത്തെ വീട്ടിലെ റോസമ്മ ചേച്ചി മരിച്ചു. ഞാൻ എന്നേക്കും ജീവിക്കുമെന്ന് തോന്നണ്ട, ഞാനും മരിക്കും. സ്വത്രം പറഞ്ഞാലും ഇല്ലേലും മരിക്കും, ഭയപ്പെട്ടാലും ഇല്ലേലും മരിക്കും, കുഴഞ്ഞ വീട് അല്ലെങ്കിൽ കിടന്ന് മരിക്കും. എങ്ങനെയാണേലും പോക്കാം. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും കേട്ടോ. ഞങ്ങളുടെ വീട് വൈക്കത്തിനടുത്താണ്. ഞങ്ങളുടെ തെക്ക് ഭാഗത്തൊന്നും അങ്ങനെ അധികം പാട്ടുകൾ കേട്ടിട്ടില്ല. പിന്നെ വിവാഹം കഴിച്ചു കൊണ്ട് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അടുത്ത വീട്ടിൽ നിന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്കൊരു മൈക്ക്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ ചാടി എണീറ്റു. ഇന്ന് വരെ കേൾക്കാത്തൊരു കാട്ട്, ഇതെന്തോ പാട്ടാന്ന് ചോദിച്ചു. അപ്പുറത്തെ ചേട്ടൻ പോയെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രിയ സ്നേഹിതരോട് പറയാം, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യ, കൂടെ പോരും ജീവിത ചെയ്തികളും. അടുത്ത ഭാഗം പാടാൻ ഇച്ചിരി പാടാം. സൽപ്രവൃത്തി ചെയ്തോ രക്ഷപ്പെടും? ഇല്ല. സൽപ്രവൃത്തി ചെയ്ത് രക്ഷപ്പെടിയല്ല. രക്ഷപ്പെടണമെങ്കിൽ യേശു കൂടെ വരണം. യേശുവിനെ സ്വീകരിച്ചാൽ ഒന്നങ്ങിടും. പിന്നെ ചെയ്യുന്ന സൽപ്രവൃത്തി എല്ലാം ഇങ്ങനെ പൂജ്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നിടാതെ എത്ര പൂജ ഇട്ടാലും എൻ്റെ ചേച്ചി ഒരു പ്രയോജനം. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെയ്തോ, എന്ത് ജീവകാരുണ്യ പ്രവൃത്തി വേണേലും ചെയ്തോ, ഏത് ഓർഫനേജിൽ ഫുഡ് കൊടുത്തോ, ക്യാൻസർ രോഗികളെ സന്ദർശിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്ക്. പക്ഷെ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ
നീ ചെയ്യുന്ന സൽപ്രവൃത്തിയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാ. ഈ രാത്രി മരണത്തിനു മുൻപ് മരണമില്ലാത്ത യേശുവിനെ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് യാക്കോബായ സമുദായത്തിലാണ്. അവിടെ ഈ ഡെഡ് ബോഡി എടുക്കുന്ന നേരത്തെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. മരണത്തിൻ ദൂതൻ അരികെ വന്നപ്പോൾ ചുറ്റും നോക്കി തുണ ചെയ്യുവാൻ വന്നില്ലാരും. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. പാടുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നില്ല, ഇരിക്കുന്നവര് ശ്രദ്ധിക്കുന്നില്ല, മരിച്ച പുള്ളി ഒട്ടുമില്ല. എന്തുവാ പറഞ്ഞേ? മരണത്തിന്റെ ദൂതൻ എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചുറ്റും വന്ന് നോക്കി ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോന്ന്. ആരും വന്നില്ല. തമ്പുരാൻ വിളിക്കുമ്പോ വേണ്ടാന്ന് പറയാൻ ആരും ഈ ലോകത്തിലില്ലെന്ന്. വിശ്വാസമുണ്ടോ? മരണത്തിന് വിടുവിപ്പാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. പക്ഷേ എത്ര പ്രാവശ്യം വിടുവിച്ചാലും ഒടുവിൽ മരണത്തിന് കീഴടങ്ങും. നമ്മൾ ഇന്ന് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പുണ്ടോ? അടുത്ത വർഷം പുതിയ വീട്ടിൽ കയറി താമസിക്കാമെന്ന് ഉറപ്പുണ്ടോ? മകന്റെ വിവാഹം കഴിഞ്ഞു കൊച്ചിനെ കാണാൻ UK പോകാമെന്ന് ഉറപ്പുണ്ടോ? ഞങ്ങൾ ഈ പുസ്തകം പ്രസംഗിച്ചിട്ട് വീട്ടിൽ ചെല്ലാമെന്ന് പോലും ഉറപ്പില്ല. നമ്മൾ മേടിക്കുന്ന ഫ്രിഡ്ജിന് ഗ്യാരണ്ടി ഉണ്ട്, ടിവിക്ക് ഗ്യാരണ്ടി ഉണ്ട്, മേടിക്കുന്ന നമുക്ക് ഗ്യാരണ്ടി ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഉള്ള നേരത്തെ സുബോധമുള്ളപ്പോ യേശുവേ ഒന്ന് വിളിക്കാമെങ്കിൽ കാര്യത്തിന് തീരുമാനം. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടി 30 സുഖമായിട്ട് ഭക്ഷണം കഴിക്കും, പെല വീടും. അമ്മച്ചി വർഷങ്ങളായിട്ട് പെരക്കകത്ത് കിടക്കും. അമ്മച്ചി അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അമ്മച്ചിക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റത്തില്ല. നാട്ടുകാർ പിണങ്ങല്ലേ ഉള്ള കാര്യം പറയുമ്പോൾ. അമ്മച്ചി ആ മുറിയിലുണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. അമ്മച്ചിക്ക് കഞ്ഞി കൊടുക്കാനും നേരമില്ല. പക്ഷേ 30-ാം ദിവസം നാട്ടുകാർക്ക് കഞ്ഞി കൊടുക്കും. ഒരു പ്രയോജനവുമില്ല. മരണത്തിന് ശേഷം ചെയ്യുന്നത് ഒന്നിനും പ്രയോജനമില്ല. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടും. സത്യം അറിഞ്ഞിട്ട് സത്യം സ്വതന്ത്രമാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ടവരാരും നമ്മുടെ കൂടെ വരികയല്ല. ആ സുവിശേഷം അനുസരിക്കാഞ്ഞ് ഞങ്ങൾ നിൽക്കുന്ന പള്ളി പറഞ്ഞു വേദോത്സവം വായിക്കണ്ടെന്ന്. സുഹൃത്തെ, സാക്ഷര കേരളത്തിലാണ് നമ്മൾ വസിക്കുന്നത്. വേദപുസ്തകം വായിക്കാൻ വേണ്ടി വിദ്യാഭ്യാസം ലഭിച്ച കേരളത്തിൻ്റെ മണ്ണിൽ അത് വായിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനമില്ലാത്തൊരു ദിവസം വരും. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാവുന്ന ഒറ്റ ജീവിയെ ഭൂമിയിലുള്ളത് നമ്മളാണ്. ഭാഷ പറയുന്നത് നമ്മൾ മാത്രം. നമ്മുടെ വീട്ടിൽ കൂടിനകത്ത് വളർത്തുന്ന നായി ഇന്ന് വരെ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ടോ? ആരോടെങ്കിലും കാര്യമായിട്ട് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ ഉള്ള അധികാരം ഇല്ല. പക്ഷേ നമ്മൾ ഭാഷ വെച്ച് സംസാരിക്കാൻ നമ്മളെപ്പോലെ അറിയാവുന്നവരില്ല. ആ ഭാഷയിൽ വേദപുസ്തകം എഴുതപ്പെട്ടിട്ട് അതിനകത്തുനിന്ന് വായിക്കാൻ മറ്റൊരാളിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. സത്യവചനത്തെ തിരിച്ചറിഞ്ഞ് മരിക്കുന്നതിന് മുൻപ് വായിച്ച് ജീവനുള്ള നായാണ് ചത്ത സിംഹത്തെക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ, ജീവനോടെ ഇരിക്കുമ്പോൾ ഉള്ള നായ്ക്കുള്ള വില ചത്ത സിംഹത്തിനില്ലെന്ന്. മരണത്തിന് ശേഷം എന്ത് ചെയ്താലും ഒന്നുമില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, നാമോ ജീവനുള്ളവൻ മാത്രം ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർക്കും ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. അതാരാണെങ്കിൽ. ഞാനൊക്കെ ആ സമുദായത്തിൽ നിന്നപ്പോൾ പുണ്യവാളന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യരാ. ഞാൻ എത്ര പ്രാവശ്യം പലയിടത്തും പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തുള്ളൂ. പലരുടെയും കട്ടിലിനെ വരെ തൊട്ട് ഞാൻ വന്നിച്ചിട്ടുണ്ട്. കാരണം എവിടുന്നാ രക്ഷയെന്നറിയില്ല. പക്ഷേ
ദൈവം എൻ്റെ കണ്ണു തുറന്നപ്പോൾ സത്യവചനത്തിൽ പറയുന്നു, മധ്യസ്ഥനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു മാത്രമാണ്. ഭൂമിയിൽ ജീവിച്ച് മരിച്ച ഒരു വിശുദ്ധനെയും മധ്യസ്ഥനാക്കാൻ ദൈവവചനം സമ്മതിക്കുന്നില്ല. മരണത്തിന്റെ സമയം അറിയായികൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങാറുണ്ടോ? ഞാൻ ഈ ലോകം വിട്ടുപോയാൽ ഞാൻ എവിടെ എത്തുമെന്ന് ചിന്തിക്കാറുണ്ടോ? ഡൽഹിയിലുള്ള മകളെ കാണാൻ പോകണമെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് എടുക്കണം. റിസർവേഷൻ ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കരഞ്ഞാൽ കൊണ്ടുപോകില്ല. ഒരു രാജ്യത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ ഇത്രയും കാര്യങ്ങൾ മുൻപ് കൂട്ടി ചെയ്യണമെങ്കിൽ ഭൂമിയിലുള്ള ഈ ഗോളത്തിൽ നിന്ന് മറ്റൊരു ഗോളത്തിലേക്ക് പോകാൻ ഒരു തയ്യാറെടുപ്പും വേണ്ടേ? ദൂരവേ അല്ല മരണം. രാജാക്കന്മാരും ധീരരായവരും ഒക്കെ മരിക്കും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ടമേ. ഇത്ര മനോഹരമായ പാട്ടല്ലേ? വെള്ളത്തിലെ യാത്രയെ വെച്ചാണോ, അതോ ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിൽ പോയിരിക്കുമ്പോഴാണോ, കള്ളം പറഞ്ഞ് വ്യാപാര ചന്തയിൽ പലിശയ്ക്കാട്ട് ഓടുമ്പോഴാണോ, കള്ളക്കേസിന് പോയി കച്ചേരി തിണ്ണയിലായിരിക്കുമ്പോഴാണോ? എപ്പോഴാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇന്നും മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഈ രാത്രി ഈ സന്ദേശത്തിന്റെ മുൻപിൽ തിരിച്ചറിയണം. സുവിശേഷം ഒരു ദേശത്ത് വെളിപ്പെടുന്നത് മുന്നറിയിപ്പായിട്ടായിരിക്കും. ഒരു പക്ഷേ അടുത്തൊരു സുവിശേഷ യോഗത്തിൽ നിങ്ങൾക്കും എനിക്കും പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. നാളെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എൻ്റെ ജോലികൾ ചെയ്യുന്ന സ്ഥലത്ത് പോകാമെന്ന് ആർക്കും ഉറപ്പില്ല. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് ഞങ്ങളുടെ ഒരു സഹോദരനൊരു ട്രാക്റ്റ് അടിച്ചു. ഇന്നും മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കുറച്ച് കുത്തിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്നിട്ട് ട്രാക്റ്റ് അടിച്ച് കൊണ്ടു കൊടുത്തു. ഓരോരുത്തർക്കായി കൊണ്ടു കൊടുത്തു. പെരുവ ടൗണിൽ കൊണ്ടു കൊടുത്തു. ഒരു സഹോദരൻ മേടിച്ചേച്ച് അതിനറ്റത്തോട്ട് ഒരു കുന്തവും സംഭവിക്കുകയായിരുന്നു. പുള്ളിക്ക് അതാ തോന്നി, ഒരു കുന്തവും സംഭവിക്കുകയായിരുന്നു. അവിടെ കിടന്നു. പുള്ളി എടുത്തുകൊണ്ട് അത് അടുത്തയാളിന് കൊണ്ടു കൊടുത്തു. പലർക്കും കൊടുത്തു. പലരും ചീത്ത വിളിച്ചു. മുമ്പേ പറഞ്ഞല്ലോ, ചീത്ത വിളിക്കാൻ കൃപയുള്ളവരുണ്ട്. അവരെന്തിനും വിളിക്കും. ആരെയും കിട്ടിയില്ലേ വീട്ടിൽ ചെന്നാണേലും വിളിക്കും. സുവിശേഷകരെ വിളിക്കാമെങ്കിൽ തിരിച്ചടിക്കുകയില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് വിളിക്കും. കുടിക്കന്മാരെ വിളിച്ചാൽ അവർ തിരിച്ചു കൊടുക്കുമെന്നറിയാവുന്നതുകൊണ്ട് ലൈറ്റായിട്ടേ വിളിക്കത്തുള്ളൂ. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഒരു മനുഷ്യൻ തൻ്റെ കടയിലേക്ക് കയറിപ്പോകുമ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഈ ട്രാക്റ്റ് കൊണ്ട് കൊടുത്തു. ഇന്നും മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ മനുഷ്യനൊന്ന് നോക്കി, വായിച്ചു, മേശപ്പുറത്തേക്ക് വെച്ചു. പോകാൻ നേരത്ത് കടപൂട്ടി അങ്ങ് പോയി. വീട്ടിലേക്ക് ചെന്ന് കയറി ബാത്റൂമിലേക്ക് കയറി മറിഞ്ഞടിച്ചങ്ങ് വീണു. തല പൊട്ടി. 3-ാം ദിവസം ഈ ലോകം വിട്ടുപോയി. ആ മനുഷ്യൻ്റെയും ഏറ്റവും ഒടുവിലത്തെ സമയം ഈ ട്രാക്റ്റ് കയ്യിലെത്തിച്ചതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറാൻ ആർക്കും കഴിയില്ല. ഞാനിത് കേട്ടില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയുക. സുവിശേഷകന്മാർ പണിയില്ലാത്തവരായിട്ടല്ല, ഒരു മനുഷ്യനും അറിയായ്മയുടെ കാലത്ത് നഷ്ടമാകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷവുമായി വരുന്നത്. ദൈവത്തിന് മഹത്വം. ഈ രാത്രിയിലും ആരോഗ്യത്തോടെ സുബോധത്തോടെ സുവിശേഷം കേട്ടവരോട് ഞങ്ങൾ അവസാനമായി ഒരിക്കൽ കൂടെ പറയുന്നു, കൂടാരമായ നിങ്ങളുടെ വീട്, ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ അവസാനത്തെ ചിന്തയും കൂടെ പറഞ്ഞു നിർത്തട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ചോദിക്കുക, ദൈവമക്കളാകുന്നു എന്ന് ഉറപ്പുള്ളവരാണോ? ദൈവമക്കളായി എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ.
സുവിശേഷ യോഗത്തിന് വന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നതിനും പ്രതിഫലമുണ്ട്. അനേകായിരങ്ങൾക്ക് ഈ സത്യവചനം കേട്ടിട്ടും ഗ്രഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ലെങ്കിലും സത്യവചനത്തെ തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയണം, നാം ദൈവമക്കളാണ്. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് നിറമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ യേശുവിനെ കൈക്കൊണ്ടാൽ ഈ രാത്രി നിങ്ങളെ ആ ലെവലിലേക്ക് മാറ്റും ദൈവമക്കൾ. ലോകത്തിലെ മാതാപിതാക്കളുടെ സമ്പത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം അവരുടെ മകനായി മകളായി ജനിക്കണമല്ലേ? എന്നാൽ യേശുവിൻ്റെ സമ്പത്താകുന്ന നിത്യതയിൽ നമ്മൾ എത്തണമെങ്കിൽ, നാം അവൻ്റെ സമ്പത്തായി മാറണമെങ്കിൽ അവൻ്റെ മക്കളായി മാറണം. ഒറ്റ പ്രമാണമേ ഉള്ളൂ, യേശുവിനെ കൈക്കൊള്ളണം, അവനെ സ്വീകരിക്കണം, ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം, അശുദ്ധിയോട് വിട പറയണം, പാപത്തോട് വിട പറയണം, മറ്റുള്ള ആരാധനകളോട് വിട പറയണം. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറയണം. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഒരിക്കൽ കൂടെ ആ വാക്യം പറയാൻ എനിക്ക് തോന്നുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന് പറയണം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമമില്ല എന്ന് പറയണം. ആ യേശുവിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ പേര് മാറും, നാം ദൈവമക്കളായി മാറും. ഈ ഭൂമിയിൽ വെച്ച് ആ പേര് കിട്ടുന്നതാണ് നല്ലത്. മരിക്കുന്ന വരെ ഉള്ളു ബാക്കിയുള്ള എല്ലാ പേരും. എന്നാ നല്ല പേരൊക്കെയാണ് നമ്മുടെ. ആ പേരൊക്കെ ശ്വാസം അങ്ങ് പോയ പേര് പോലും പിന്നെ ആരും വിളിക്കരുത്, ശവമെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ജീവനോടുള്ളപ്പം ഞങ്ങൾ ദൈവമക്കളാണെന്ന് പറയാൻ ധൈര്യം പ്രാപിക്കണം. ആമേൻ, സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കട്ടെ. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം യേശുവിനെ അവൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ഇന്ന് ഭൂമിയിൽ രോഗമുള്ള, കഷ്ടമുള്ള, വേദനയുള്ള, കണ്ണുനീരുള്ള ഈ ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. എന്നാൽ അവനെ കൈക്കൊണ്ട് ദൈവമക്കളായി തീർന്നവർക്ക് ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരണത്തിനപ്പുറത്തേക്കുള്ള ആ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ലഭിച്ചവർക്ക് ഒരു പ്രത്യാശയുണ്ട്. യേശു മടങ്ങി വരും. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് വേദപുസ്തകം എഴുതിയതിൻ്റെ 8 മടങ്ങ് പ്രാവശ്യം അടുത്ത വരവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്നുകിൽ ഭൂമിയിൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ യേശുവിൻ്റെ വരവ് സംഭവിക്കും. യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരാ ഞങ്ങളൊക്കെ. അതിനു മുൻപ് മരണം സംഭവിച്ചാൽ ഞങ്ങൾ യേശുവിൻ്റെ അടുക്കൽ ചെല്ലും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവനോട് ഒരുമിച്ച് ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് ഞങ്ങൾ യേശുവിനോട് സദൃശന്മാരാകും. ഇന്നത്തെ ഞങ്ങളുടെ മരണമുള്ള ശരീരം മാറിപ്പോകും, വേദനയുള്ള ദുഃഖമുള്ള ഞങ്ങളുടെ ശരീരം മാറിപ്പോകും. പക്ഷേ ഞങ്ങൾ യേശുവിനോട് സദൃശന്മാരാകും. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഊർജം തരുന്ന ചിന്ത അതാണ്. ഞങ്ങൾ ഇപ്പോൾ ദൈവമക്കളാണ്, ഞങ്ങൾ യേശുവിനോട് സദൃശന്മാരാകും. ഈ രാത്രി ദൈവവചനം കേട്ടവരോട് ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിലെ അറിവുകളെ കുറിച്ചാണ് ഈ രാത്രി പറഞ്ഞത്. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ ഈ മൺകൂടാരം വിട്ട് നമ്മൾ പോകും. എന്നാൽ നമ്മൾ എവിടെ എത്തും? എത്തുന്ന സ്ഥലത്തെക്കുറിച്ച് ബോധ്യം പ്രാപിക്കാതെ ഇന്ന് മടങ്ങിപ്പോകരുത്. ഇന്ന് നീ മരിച്ചാൽ യേശുവിനോടൊപ്പമാണോ, അതോ നിത്യമായ നരകത്തിലേക്കാണോ? നരകവും സ്വർഗവും ഒക്കെ ചുമ്മാ ചിന്തയാണെന്നൊക്കെ പറയുന്നത് വെറുതെ ആകട്ടോ. ഈ വചനത്തിനകത്തെഴുതിയിരിക്കുന്ന വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഇതിനകത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച സകലവും നിവർത്തിയാകുകയാണ്.
നെല്ലരിയോളം വലിപ്പമുള്ള ചിപ്പിനകത്ത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ ചരിത്രവും ഉൾക്കൊള്ളിക്കാമെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതിനകത്ത് അത് എഴുതി വെച്ചു. ഒരു മനുഷ്യൻ ചെയ്തതെല്ലാം അനുസരിച്ച് അവന് ന്യായവിധിയുണ്ടെന്ന്. ന്യായമായ വിധിയുണ്ട്, അന്ത്യമായ ശിക്ഷാവിധിയുമുണ്ട്. മരിച്ച മുഴുവൻ ആബാലവൃദ്ധം, കുഞ്ഞുങ്ങളില്ല അതിനകത്ത്, ആബാലവൃദ്ധം, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ശിക്ഷാവിധിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ട ഒരു സമയമുണ്ട്. അതിനു മുൻപ് ദൈവമക്കളായാൽ, യേശുവിനോട് സദൃശന്മാരാകാൻ തീരുമാനമെടുത്താൽ നമുക്ക് ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വേദപുസ്തകം പോലെ സത്യം പറയുന്ന ഒരു പുസ്തകം ലോകത്തിലില്ല. ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനെ ചവിട്ടി തകർക്കാൻ ശ്രമിച്ചാലും കത്തി വാരിയിട്ട് കത്തിച്ചാലും ഈ വചനങ്ങൾ ജീവനുള്ളതാണ്. ഇത് ന്യായം വിധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ കേട്ട അങ്കമാലി ദേശമേ, ഒരിക്കൽ കൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 2 ദിവസം പ്രസംഗിച്ച, ശബ്ദമുയർത്തിയ, പാട്ടുപാടിയ, ആരാധിച്ച യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാണ്. നമുക്ക് ആ യേശുവിൽ വിശ്വസിക്കാം. ഈ അറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് ബൈബിൾ വായിച്ച് മനസ്സിലാക്കാം. അറിയില്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചാൽ എത്ര ദിവസം ചിലവാക്കിയാലും ഈ ഭൂമി വിട്ട് നിത്യതയിലെത്തുന്ന ആ തീരുമാനമെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. വചനം കേട്ടവർക്ക് നന്ദി. ഞങ്ങളെ ചുറ്റുപാടുകളിൽ നിന്ന് ശ്രദ്ധിച്ചവർക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നടുവിൽ പുതുതായി വന്ന ആ പ്രിയ സഹോദരരെയും ഇന്ന് രാത്രി സ്വർഗ്ഗം അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. കടന്നു വന്ന മുഴുവൻ പേർക്ക് നന്ദി, ശ്രദ്ധിച്ചവർക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.